വിരലുകൾ മടക്കിയതിനു ശേഷം ഒന്നോ കൂടുതലോ വിരലുകൾക്ക് നിവർത്താൻ പറ്റാതെ വരുന്ന അവസ്ഥ അഥവാ ലോക്ക് ആയതുപോലെ തോന്നാം, പ്രത്യേകിച്ച് രാവിലെ സമയത്തിട്ടോ. എന്നിട്ട് അത് എഫേർട്ട് എടുത്തിട്ട് നിവർത്താൻ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടുന്ന ശബ്ദം വരാം, അല്ലെങ്കിൽ വേദന ഉണ്ടാകാം. ഇതൊക്കെ സംഭവിക്കുന്നത് ട്രിഗർ ഫിംഗർ എന്ന് പറയപ്പെടുന്ന ഒരു കണ്ടീഷനിലാണ്. ഇത് നമ്മൾ മെഡിക്കലി സ്റ്റെനോസിംഗ് ടീനോസൈഡോവൈറ്റിസ് എന്ന് പറയും. എന്താണ് ഈ ട്രിഗർ ഫിംഗറിൽ സംഭവിക്കുന്നത്? ഇതുണ്ടല്ലോ, നമ്മുടെ വിരലിന്റെ എല്ലുകൾ ഉണ്ടല്ലോ, ഈ എല്ലുകളെ മാസ്പേശിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി ടെൻഡൻസ് ഉണ്ടാകും. ഈ ടെൻഡൻസ് പാസ് ചെയ്യുന്നത് നമ്മുടെ വിരലിന്റെ ഓരോ ജോയിന്റ് ഉണ്ടല്ലോ, ആ ജോയിന്റിന്റെ സ്ഥലത്ത് ഒരു ടനൽ പോലത്തെ ഷീറ്റിലൂടെയാണ് നമ്മുടെ ഈ ടെൻഡൻ പാസ് ചെയ്യുന്നത്. ആ ഷീറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ മേലും താഴെ മൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ വിരലുകൾ മടക്കാനും നിവർത്താനും പറ്റുന്നത്. ഓക്കെ, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ ടെൻഡന്റെ മേലുള്ള കവറിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ടെൻഡനിൽ വല്ല നീർക്കെട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ നീർക്കെട്ട് കാരണം തുടിപ്പ് വന്നു കഴിഞ്ഞാൽ ഒക്കെ എന്താകും, ആ ഷീറ്റിലൂടെ അതിനങ്ങനെ പാസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അക്കാരണം കൊണ്ട് അത് നമ്മൾ ആ ടെൻഡൻ ആ ഒരു ഷീറ്റിന്റെ ഉള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലാകും. ഓക്കെ, അക്കാരണം കൊണ്ടാണ് ചില വിരലുകൾ ഇങ്ങനെ തുറക്കാൻ പറ്റാതെ വരുന്നത്. എന്നാൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അതിങ്ങനെ തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊട്ടുന്ന ശബ്ദം വരും. കാരണം എന്താണ്, ആ നൊഡ്യൂൾ, ആ വന്നിട്ടുള്ള തുടിപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ട് വരുമ്പോൾ ടക്ക് എന്നൊരു ശബ്ദം കൊണ്ടാണ് അത് തുറക്കുന്നത്. ഓക്കെ, ചില ആൾക്കാരിൽ അത് ആ തുടിപ്പ്, ആ നൊഡ്യൂൾ നമുക്ക് കണ്ടുവരും. അതിനങ്ങനെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. ചില ആൾക്കാരിൽ ആ തുടിപ്പ് കണ്ടുവരൂല, പുറത്തുനിന്ന് അറിയൂല. പക്ഷെ എന്നാലും ഏത് വിരലാണ് തുറക്കാൻ പറ്റാത്ത, കൂടുതലും ചില ആൾക്കാർക്ക് റിംഗ് ഫിംഗർ ആയിട്ടാണ് വരിക, ചിലർക്ക് മിഡിൽ ഫിംഗറിലാണ് അങ്ങനെ കുടുങ്ങിയ അവസ്ഥ വരാട്ടോ. പക്ഷെ ഏത് വിരലാണോ അങ്ങനെ കുടുങ്ങി കിടക്കുന്നത് അതിൻ്റെ ഈ ഭാഗത്ത് പോയിട്ട് നമ്മൾ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. അത് ആ തുടിപ്പുള്ള കാരണമാണ്. ഈ പ്രശ്നം കൂടുതൽ കണ്ടുവരുന്നത് രാവിലെ സമയത്താണ്. ട്രിഗർ ഫിംഗർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇത് പൊതുവെ ഉണ്ടാകുന്നത് ഏജിങ് കാരണമാണ്. പിന്നെ നമ്മൾ ഈ ചെറിയ മസിൽസിന്റെ ഈ ചെറിയ ജോയിന്റ്സിന്റെ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ ഒരേ പൊസിഷനിൽ നമ്മൾ കൂടുതൽ നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഈ ചെറിയ ജോയിന്റ്സിനെ വല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ ആ ടെൻഡൻസിന്റെ ഉള്ളിൽ നീർക്കെട്ടുണ്ടാകുന്നത്. അതല്ലാതെ നമ്മൾ ഈ സിറ്റുവേഷൻ കണ്ടുവരുന്നത് കൂടുതലും വാദം ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ പ്രശ്നം, തൈറോയിഡ് ക്രമക്കേടുകൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക്, ഷുഗറിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഡിസ്കിന്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും കൂടുതൽ ഇത് കണ്ടുവരും. സ്പെഷ്യലി ഈ സെർവൈക്കൽ ഡിസ്കിന്റെ പ്രൊലാപ്സ് ഉള്ള ആൾക്കാരിലാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ഓൾറെഡി CTSന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നം കൂടുതലും കണ്ടുവരാറുണ്ട്. അപ്പോൾ വേറെ ഡിസീസസിന്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഡിസോർഡേഴ്സിന്റെ കൂടെ ഈ പ്രശ്നം കൂടെ വരലാണ് കൂടുതലും ആയി കണ്ടുവരുന്നത്. ട്രിഗർ ഫിംഗർ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ നമുക്ക് അറിഞ്ഞു വരാൻ എങ്ങനെയാണ്, മടക്കിയ വിരലുകൾ തുറന്നു വരുമ്പോൾ ഏത് വിരലിനാണോ ട്രിഗർ ഫിംഗറിന്റെ പ്രശ്നം വരുന്നത് ആ വിരല് നിവർത്താൻ വേണ്ടിയിട്ട് കുറച്ചൊന്നും സമയം പിടിക്കും. ബാക്കി നമ്മൾ പെട്ടെന്ന് നമ്മൾ നിവർത്തുന്നത് ഒരേ സമയത്തല്ലേ വരുന്നത്. ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർക്ക് ട്രിഗർ ഫിംഗറിന്റെ തുടക്കം ഉണ്ടെങ്കിൽ അവരുടെ ഏത് വിരലിനാണ് എഫക്ട് ചെയ്യുന്നത് ആ വിരല് തുറക്കാൻ കുറച്ചൊന്നും സമയം പിടിക്കും ബാക്കി വിരലുകളുടെ കമ്പാരിസണിൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ട്രിഗർ ഫിംഗറിന്റെ തുടക്കമാണ് എന്നത്. ആ സ്റ്റേജിൽ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ റെസ്റ്റ് കൊടുക്കുക കൈയിന്റെ വിരലുകൾക്ക്. അതല്ലാതെ ഈ എക്സസൈസസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റെഡിയാവുന്ന സംഗതികളുള്ളൂ. പക്ഷെ CTSന്റെ കൂടെ വേറെ, അല്ലെങ്കിൽ തൈറോയിഡിന്റെ കംപ്ലയിൻസിന്റെ കൂടെ, അങ്ങനെ വേറെ ഏതെങ്കിലും ഡിസീസിന്റെ കൂടെയാണ് ഇത് വരുന്നെങ്കിൽ, ഏത് ഡിസീസാണോ ഇതിന്റെ റൂട്ടിൽ നിൽക്കുന്നത് ആ ഡിസീസിനെ നമ്മൾ ക്യൂർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇത് തന്നെ പോകുന്നതാണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ സ്റ്റേജ് കൂടിക്കഴിഞ്ഞാൽ, ട്രിഗർ ഫിംഗറിന്റെ പ്രശ്നം ഇതിന്റെ സ്റ്റേജ് കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് ശരിക്കും സ്റ്റക്ക് ആകുന്നുണ്ട്, ഇനി തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എഫേർട്ട് എടുത്ത് തുറക്കേണ്ടി വരുന്നത്, മറ്റേ കൈ കൊണ്ട് പിടിച്ച് വലിച്ച് തുറക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനത്തെ അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മെഡിക്കേഷൻസ് ചെയ്യേണ്ടി വരും. ഹോമിയോപ്പതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട് ഈ ഒരു കണ്ടീഷനായിട്ട്. ഹോമിയോപ്പതിയിൽ നമ്മൾ ജസ്റ്റ് ട്രിഗർ ഫിംഗറുടെ മരുന്ന് ഇതിൻ്റെക്കാട്ടും കൂടുതൽ ഏത് മനുഷ്യൻക്കാണോ ആ ട്രിഗർ ഫിംഗർ വന്നിട്ടുള്ളത് അവരുടെ മൊത്തം പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി കാര്യങ്ങൾ, അവരുടെ വേറെ ലക്ഷണങ്ങൾ അവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ, അവർക്ക് വേറെ വയ്യായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാതും നോക്കിയിട്ട് അത് അനുസരിച്ചിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് വെച്ചിട്ടാണ് ഈ ട്രിഗർ ഫിംഗറും കൂടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെഡിക്കേഷൻസ് കഴിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി നല്ല റിസൾട്ട് കിട്ടാറുണ്ട്
ട്രിഗർ ഫിംഗർ, CTS പോലത്തെ സിറ്റുവേഷൻസിന് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് എടുക്കുന്നതോടുകൂടെ തന്നെ നമ്മൾ ചില സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പെട്ടെന്ന് മാറി കിട്ടും. ആ എക്സസൈസസ് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ നോർത്തി പിടിക്കുക, എന്നിട്ട് പതുക്കെ നമ്മളുടെ ഈ എല്ലാ ജോയിൻസും നമ്മൾ എൻഗേജ് ചെയ്യാണ് കേട്ടോ. എല്ലാ ജോയിൻസും നമ്മൾ ശരിക്കും മടക്കാണ് ചെയ്യുന്നത്. ആദ്യത്തെ എക്സസൈസ് ഇങ്ങനെ അങ്ങനെ 10 റെപ്പിറ്റേഷൻസ് ചെയ്യുക. അടുത്ത എക്സസൈസ് എങ്ങനെ നമ്മൾ ശരിക്കും ഇങ്ങനെ മുറുക്കി പിടിക്കുക, ഫസ്റ്റ് എന്നിട്ട് തുറക്കുക. നല്ലോണം എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. എത്ര നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയ്ക്ക്. തിരിച്ചിങ്ങനെ മുറുക്കി പിടിക്കുക. എത്ര ടൈറ്റ് ആക്കാൻ പറ്റുന്നോ അത്രയ്ക്ക് ടൈറ്റ് ആക്കുക. തിരിച്ച് എക്സ്പാൻഡ് ചെയ്യുക. എത്രയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇത് 10 ടൈം റിപ്പീറ്റ് ചെയ്യുക. അതല്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന എങ്ങനെയാണ്, ഇങ്ങനെ വിരലുകൾ നിവർത്തി പിടിച്ച് ഇങ്ങനെ ഓരോ വിരലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. തസ്ബീഹ് ചൊല്ലുവരെ അങ്ങനെ റൈറ്റ്, ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കാൻ പോകുന്ന പോലെ എക്സസൈസ് ചെയ്യുക. ഇതും 10 ടൈം റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള എക്സസൈസസ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻസിൻ്റെ കൂടെ പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടും. ചില സാഹചര്യങ്ങളിൽ ട്രിഗർ ഫിംഗർ നല്ലോണം ഹൈ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ, ലൈക്ക് നൊഡ്യൂളൊക്കെ കുറേ വലുതായി, ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എക്സസൈസോ കൊടുക്കാതെ ഇത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യം വരും. അപ്പോൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ 95 to 98% കേസസിൽ ജസ്റ്റ് മെഡിക്കേഷൻസ് എടുത്തിട്ടും എക്സസൈസ് ചെയ്തിട്ട് ഇങ്ങനെ തെറപ്പീസ് ചെയ്തിട്ട് ക്ലിയർ ആകാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ആകുന്നതും നമ്മൾ ഇത് ഇഗ്നോർ ചെയ്യാതിരിക്കുക. അത്രയ്ക്ക് പ്രശ്നം മൂക്കുന്നത് വരെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവുന്ന പ്രശ്നമേ ഉള്ളൂ. ഡൗട്ടുകൾക്കായിട്ട് കമൻറ്റ് ചെയ്യുക. കൺസൾട്ടേഷനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് എന്നോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.